അധ്യക്ഷൻ അലി ലാർജാനി കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ആണ് അലി ലാർജാനി കൊല്ലപ്പെട്ടെന്ന വിവരം പങ്കുവച്ചത്. ഇറാൻ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. കാർത്തിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കാർത്തിക്, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രതികരണം, ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല, വിശദാംശങ്ങൾ. ഹരി, സുപ്രധാനമായ വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇറാൻ മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേലി പ്രതിരോധ മന്ത്രി ആണ് ഈ കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹം പങ്കുവെക്കുന്നത് കഴിഞ്ഞ രാത്രി നടന്ന വ്യോമാക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം പങ്കുവെക്കുന്ന വിവരം. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഇറാനുമായി ആദ്യഘട്ടം മുതൽ തന്നെ ആണവ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ ഇറാനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നത് അലി ലാരിജാനിയാണ്. ഇറാന്റെ സംബന്ധിച്ച് അവരുടെ സുരക്ഷാ സമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ സുരക്ഷാ സമിതിയുടെ തലവൻ കൂടിയാണ് അലി ലാരിജാനി. അദ്ദേഹം ഇറാന്റെ ബുദ്ധി കേന്ദ്രം കൂടിയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ ബൗദ്ധികമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാൾ, അതായത് ഇറാന്റെ പരമോന്നത നേതാവിന് ശേഷം സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകം ആയ സ്വാധീന ശക്തിയുള്ള അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. എന്തായാലും ഇക്കാര്യം ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഇസ്രായേൽ മാധ്യമങ്ങൾ, ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം ഇസ്രായേലിന്റെ മാധ്യമങ്ങളും ഈ കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വ്യോമാക്രമണത്തിലാണ് അലി ലാരിജാനി കൊല്ലപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നമുക്കറിയാം, 67-കാരനായ അലി ലാരിജാനി അദ്ദേഹം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരുപക്ഷെ ആയത്തുള്ള അലി ഖമനേയ്ക്ക് ശേഷം വളരെ നിർണായക സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമായിരുന്നു ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്നത്. ഒമാനിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളടക്കം അദ്ദേഹമായിരുന്നു പങ്കെടുത്തിരുന്നത്. ഖമനേയുടെ മരണശേഷം ഇറാന്റെ ഭരണം നിയന്ത്രിക്കുന്ന 3-അംഗ പരിവർത്തന സമിതിക്കൊപ്പം തന്നെയായിരുന്നു അലി ലാരിജാനിക്കും സുപ്രധാനമായ പങ്കാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇറാന്റെ സുരക്ഷാ തന്ത്രങ്ങളിൽ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നിരിക്കുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാനുള്ളിൽ ഇന്നലെ രാത്രി വ്യോമാക്രമണം നടത്തിയെന്നും ഈ വ്യോമാക്രമണത്തിൽ സുപ്രധാനമായ 2 നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതിൽ ഒരാൾ അലി ലാരിജാനിയാണ് എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മറ്റൊന്ന്, ബാസിജ് ഫോഴ്സിന്റെ തലവൻ, അതായത് ഇറാനിലെ അവരുടെ സേനയാണ്, ആ സേനയുടെ ഒരു തലവനെ കൂടി കൊലപ്പെടുത്തി എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശ്രദ്ധേയമായ ഒരു കാര്യം, ഇറാൻ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്ത നിഷേധിച്ച് ഇതുവരെ പ്രധാനപ്പെട്ട നേതാക്കളെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒന്ന് അലി ലാരിജാനി, ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഇറാന്റെ സെക്യൂരിറ്റി ചീഫ്. രണ്ടാമത്തത് ബാസിജിന്റെ തലവൻ ആയ ഗുലാം റസ സുലൈമാനിയാണ്. ഇരുവരെയും കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേലിൽ നിന്നും കൃത്യമായി അവർ പറയുന്നത്. എന്നാൽ ഇറാൻ ഈ 2 മരണത്തിലും ഒരു തരത്തിലുമുള്ള സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ അറ്റാക്ക് നടക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ആക്രമണം അത് ഇറാന്റെ 2 പ്രധാനപ്പെട്ട തലവന്മാരെ വധിച്ചു എന്ന് തന്നെയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വ്യക്തത വരുത്തുന്നുമില്ല. കാർത്തിക്, ഇറാൻ മൗനം തുടരുകയാണ് അല്ലേ? തീർച്ചയായും ഇക്കാര്യത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോഴും അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും അത് നിഷേധിച്ചുകൊണ്ട് ഇറാൻ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 1979 ശേഷം ഇറാൻ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന കാലത്ത് ആയത്തുള്ള അലി ഖമനേയുടെ വിശ്വസ്തനായിരുന്നു അലി ലാരിജാനി. ആ ഘട്ടത്തിൽ ഇറാന്റെ പല സുപ്രധാന തീരുമാനങ്ങളും ഖമനേയി പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെയൊക്കെ ബുദ്ധി കേന്ദ്രം അലി ലാരിജാനി ആയിരുന്നു. ഒമാനിലടക്കം നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന 450 കിലോ യുറേനിയം അവിടെ നിന്ന് കടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം, അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിലടക്കം അലി ലാരിജാനിയുടെ തീരുമാനമാണ് നിർണായകമായത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും US-ഉമായുള്ള ചർച്ചകളിൽ തയ്യാറായിരുന്നില്ല അലി ലാരിജാനി. അലി ലാരിജാനിയുടെ നിലപാടുകൾ ഈ യുദ്ധത്തിലേക്ക് നയിക്കാൻ ഒരു സുപ്രധാനമായി ഒരു കാരണമായി എന്നും പല ഘട്ടങ്ങളിൽ വിലയിരുത്തപ്പെട്ടിരുന്നു. അത്തരത്തിൽ പരമോന്നത നേതാവിന് ശേഷം ഇറാന്റെ തന്ത്രപ്രധാനമായ
ആയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായക സ്വാധീന ശക്തിയായിരുന്നു എന്നും അലി ലാരിജാനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ള ആക്രമണമായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. എന്തായാലും 58-ൽ നജാഫിൽ, ഇറാഖിലെ നജാഫിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. തുടർന്ന് ഇങ്ങോട്ട് സംഭവബഹുലമായ ജീവിതമായിരുന്നു അലി ലാരിജാനിയുടേത്. 2005-ൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അതിലേക്ക് എത്തുന്നു. പിന്നെ ചീഫ് ന്യൂക്ലിയർ നെഗോഷിയേറ്ററായി മാറുന്നു. അതായത് ആണവ കാര്യങ്ങളിലടക്കം തീരുമാനങ്ങൾ എടുക്കുന്നത് അലി ലാരിജാനിയുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തായിരുന്നു. അത്തരത്തിൽ വളരെ നിർണായകമായ സ്വാധീന ശക്തിയുള്ള ഒരു നേതാവായിരുന്നു. പരമോന്നത നേതാവിനൊപ്പം തന്നെ സ്വാധീനമുള്ള ഇറാന്റെ ഈ നേതാവിനെ ഇപ്പോൾ ഇസ്രായേൽ വധിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ രാത്രി ഉണ്ടായ വ്യോമാക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാരാമിലിറ്ററി ഫോഴ്സിന്റെ തലവൻ സുലൈമാനിയെ കൂടി കൊലപ്പെടുത്തിയതായി ഇറാൻ ഈ ഘട്ടത്തിൽ സാഹചര്യം. ഇറാന്റെ ഏറ്റവും പരമോന്നത നേതാക്കളിൽ ഒരാളാണ്, ഏറ്റവും സുപ്രധാന നേതാക്കളിൽ ഒരാളാണ് അലി ലാരിജാനി. ഇറാന്റെ ബുദ്ധി കേന്ദ്രമാണ്. അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇറാൻ സ്ഥിരീകരിച്ചാൽ ഒരുപക്ഷെ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏറ്റവും നിർണായകമായ ഒരു കൊലപാതകം നടന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന ചോദ്യചിഹ്നത്തിൽ നിർത്തുകയാണ്. ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. വി ആർ കാർത്തികാണ് വിശദാംശങ്ങൾ നൽകിയത്.